ഹലോ, ക്ലീൻ ചെയ്യാൻ മടിയുള്ളവർക്കുള്ള ഒരു 13 ക്ലീനിങ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. പൊതുവേ ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് മെനക്കെടുള്ള ഒരു ജോലിയായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചധികം സമയം വേണ്ടൊരു ജോലിയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ക്ലീനിങ് എന്ന് പറയുന്നത് ഈസിയാക്കി മാറ്റാനായിട്ട് നിങ്ങളെ ഈ ടിപ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ, കൃത്യസ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, അപ്പോഴത്തെ സൗകര്യത്തിന് വേണ്ടി എവിടെയാണോ നമുക്ക് വെക്കാനായിട്ട് തോന്നുന്നത് അവിടെ സാധനങ്ങൾ വയ്ക്കുകയും പിന്നീട് അവിടെ സാധനങ്ങൾ കുന്നുകൂടി കഴിയുമ്പോൾ നമുക്ക് അത് വൃത്തിയാക്കുക എന്നുള്ളത് മറ്റൊരു ജോലിയായിട്ട് അവശേഷിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണോ വയ്ക്കേണ്ടത് അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ജോലികളും തീർന്നിട്ട് അത് ചെയ്യാം എന്ന് കരുതി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനോടൊപ്പം ക്ലീനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഏരിയാസും ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പ്രാവർത്തികമാക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഉപയോഗിച്ച ആ സിങ്ക് ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഡിഷസ് ക്ലീൻ ചെയ്യാം. മറ്റൊരു കാര്യമാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ്. നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിൽ നിരത്തി വെച്ച് ആകെപ്പാടെ അവിടെ വൃത്തികേടാക്കുന്നതിന് പകരം എടുത്ത സാധനങ്ങൾ നമ്മൾ തിരിച്ചു വയ്ക്കുന്നതിലൂടെയും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൗണ്ടർ ടോപ്പ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുന്നതിലൂടെയൊക്കെ അതെപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ബാത്റൂമിലായാലും ഓരോ ഷവറിന് ശേഷവും അവിടുത്തെ സിങ്കും മിററും ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന വലിയൊരു ടാസ്ക് നമുക്ക് ഈസിയാക്കി മാറ്റാം. ഇനി മൂന്നാമത്തെ പോയിൻ്റാണ്, ക്ലീൻ അപ്പ് ദ സ്പില്ലേജസ് ഇമീഡിയറ്റ്ലി എന്നുള്ളത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം തറയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ടേബിളിലോ ഒക്കെ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വീഴുന്ന പാലോ അല്ലെങ്കിൽ അതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ് നമുക്ക് ഒഴിവായി കിട്ടുന്നത്. അപ്പോൾ ഇനി മുതൽ മടി വിചാരിച്ച് അതപ്പം തന്നെ ക്ലീൻ ചെയ്യാതെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇരട്ടി ജോലിയാണ് പിന്നീട് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് സ്പില്ലേജസൊക്കെ ഉടനടി തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിൻ്റാണ്, ഫോൾഡ് ദ ലോണ്ട്രി ബിഫോർ പൈലിംഗ് ഇറ്റ് അപ്പ് എന്നുള്ളത്. ലോണ്ട്രി ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിരിക്കാം, പക്ഷേ അത് ഫോൾഡ് ചെയ്യാനായിരിക്കും പലർക്കും മടിയുണ്ടാവുക. ഇങ്ങനെ നമ്മൾ കൂട്ടി വയ്ക്കുന്ന തുണികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മടക്കാനുള്ള മടിയും കൂടി വരികയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇനി മുതൽ അതാത് ദിവസത്തെ ലോണ്ട്രി അതാത് ദിവസം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കുറച്ചൊരു ബോറിംഗ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റിയെ കുറച്ചൊന്ന് എൻ്റർടൈനിങ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടും. അപ്പോൾ ഓരോ ദിവസവും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ലോണ്ട്രി ഒന്ന് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി അഞ്ചാമത്തെ കാര്യമാണ്, ഹാവ് എ ലോണ്ട്രി റുട്ടീൻ എന്നുള്ളത്. മുഷിഞ്ഞ തുണികൾ ഒരുപാട് ദിവസം കൂട്ടിയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കാണുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല ആ റൂമിലേക്കൊക്കെ കയറുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ലോണ്ട്രി റുട്ടീൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ദിവസവുമായിരിക്കാം നിങ്ങൾ ലോണ്ട്രി ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കാം, ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം. എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കൃത്യമായിട്ട് ഒരു ലോണ്ട്രി റുട്ടീൻ സെറ്റ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കബേർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ മിക്കവാറും നമുക്ക് ഡിഫിക്കൽട്ടി ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് അവിടെ വീണിരിക്കുന്ന സ്പില്ലേജസ് ഒക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു മാർഗ്ഗമാണ് ലൈനേഴ്സ് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ട് മാത്രം ഷെൽഫിലോ കബേർഡിലോ ഒക്കെ സാധനങ്ങൾ വെക്കുക എന്നുള്ളത്. പിന്നീട് ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ലൈനേഴ്സ് ജസ്റ്റ് മാറ്റി വിരിക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമേ നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി വളരെയധികം ഈസി ആക്കുന്നൊരു കാര്യമാണ് ഷെൽഫിലിങ്ങനെ ലൈനേഴ്സ് വിരിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് പോയിൻ്റാണ്, പ്ലേസ് ടോയ് ബാസ്ക്കറ്റ്സ് എന്നുള്ളത്. കുട്ടികളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണിത്. ടോയ്സൊക്കെ സ്കാറ്റേർഡായിട്ട് അവിടെയും ഇവിടെയും കിടക്കാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ടോയ് ബാസ്ക്കറ്റ്സ് പ്ലേസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ ടോയ്സ് വയ്ക്കാനായിട്ട് കുട്ടികളെ എൻകറേജ് ചെയ്യുക. നമ്മളും തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിച്ചുകൊണ്ട് അവർക്കൊരു മാതൃകയാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഓരോ തവണയും കളി കഴിഞ്ഞതിന് ശേഷം കുട്ടികളോട് തന്നെ അതെടുത്ത് വയ്ക്കാനായിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തത് യൂസ് മൾട്ടിപർപ്പസ് ക്ലീനിങ് പ്രൊഡക്ട്സ് എന്നുള്ളതാണ്. അനുയോജ്യമായിട്ടുള്ള ക്ലീനിങ് പ്രൊഡക്ട്സ് തന്നെ സെലക്ട് ചെയ്യുക.
കഴിവതും പല സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന DIY സ്പ്രേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് കോസ്റ്റ് എഫക്റ്റീവുമാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലേക്കും അത് യൂസ്ഫുള്ളുമാണ്. ലൈമും വിനീഗറും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിസിൻഫെക്റ്റൻറ്റ് സ്പ്രേ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പല സാഹചര്യങ്ങളിലേക്ക് ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളായിരുന്നാലും ഉചിതമായത് നോക്കി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടോയ്ലറ്റ് ബ്ലോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാക്വം സ്റ്റിക്ക് യൂസ് ചെയ്യാം. എന്തായിരുന്നാലും നിങ്ങളുടെ കൺവീനിയൻസിനും നിങ്ങളുടെ ഒരു സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വേണം ക്ലീനിങ് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു സർഫേസ് സ്വീപ്പിംഗ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ തുടക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്യുക, എല്ലാ മുറികളും ഒന്ന് അടിച്ചു വാരുക. അത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിവതും എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഈവനിങ് ടൈമിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് ടൈമിൽ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, കഴിവതും രാത്രി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുഴുവനും നമ്മുടെ വീട് ക്ലീനായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ രാവിലെ ധൃതി പിടിച്ച് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും. എപ്പോഴായിരുന്നാലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതൊന്ന് ചെയ്തു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് ഡോണ്ട് ലീവ് എ റൂം എംപ്റ്റി ഹാൻഡഡ് എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോയിൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൃത്യസ്ഥലത്തല്ല നമ്മൾ സാധനങ്ങൾ വെക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളത് അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴെങ്കിലും എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓരോ റൂമിലും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോഴായിരുന്നാലും എംപ്റ്റി ആയിട്ടുള്ള ഒരു ചായക്കപ്പോ കുട്ടികളുടെ ടോയ്സോ ന്യൂസ് പേപ്പറോ ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ അതവിടെ നിന്നും എടുത്ത് കൃത്യസ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് ടൈം എന്നുള്ളത്. എവിടെയാണോ നിങ്ങൾ ഡേർട്ടി ആയിട്ട് കാണുന്നത് അതൊന്ന് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്തേക്കുക. പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല. അല്ലെങ്കിൽ ഒരുപാട് നാൾ അതങ്ങനെ ഡേർട്ടി ആയിട്ട് കിടക്കാനും ഇത് കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് ഡീപ്പ് ക്ലീനിങ് ചെയ്യാവുന്നതാണ്. ഇനി പറയാനുള്ളത് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ്സ് ക്ലീനിങ്ങിനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. ഒരുപാട് നേരം നമുക്ക് മാറ്റിവെക്കാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 10 മിനിറ്റ്സ് കൊണ്ട് ഒരേ സ്ഥലം തന്നെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്തിട്ട്, എപ്പോഴും അഴുക്ക് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് ചെറിയൊരു പോർഷൻ വെച്ചിട്ട് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 10 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഉത്സാഹം തോന്നും. മാത്രമല്ല ഇത് പെട്ടെന്ന് തീരുമല്ലോ എന്ന് പറയുന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലേസി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലീനിങ് റുട്ടീൻ സെറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഈവനിങ് ടൈമിൽ ആവാം, അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലാവാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് 10 മിനിറ്റ്സ് ക്ലീനിങ്ങിന് വേണ്ടി മാത്രം മാറ്റിവെക്കാം. ഇനി ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയാനുള്ളത് ഓൺ ലെസ് ക്ലീൻ ലെസ് എന്നുള്ളതാണ്. 20 മിനിമലിസ്റ്റിക് ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്ന വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടും. ഇത് നമ്മുടെ എഫേർട്ടും ടൈമും ഒക്കെ കൺസ്യൂം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവമുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പാത്രങ്ങളായിരുന്നാലും ഡെക്കറേഷൻ ഐറ്റംസ് ആയിരുന്നാലും ഫർണിച്ചർ ആയിരുന്നാലും ശരി, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക. ഒരുപാട് വാങ്ങിച്ച് ഒരുപാട് നമ്മുടെ വീട് നിറച്ചു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് നമ്മുടെ വിലയേറിയ സമയവും നമ്മുടെ എഫേർട്ടുമാണ് അതിനുവേണ്ടി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. സോ ട്രൈ ടു ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഓണിങ് ലെസ്. അപ്പോൾ മടിയന്മാരായിട്ടുള്ള ആളുകൾക്ക്, ഇനിയിപ്പോൾ മടിയന്മാരല്ല എന്നുണ്ടെങ്കിലും ക്ലീനിങ് വലിയൊരു എഫേർട്ടുള്ള ജോലിയായിട്ട് ഫീൽ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 13 ടിപ്സാണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.